യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ എസ്ഐക്ക് സ്ഥലം മാറ്റം. ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ എസ്ഐ ആയ ധനീഷിനെയാണ് സ്ഥലം മാറ്റിയത്. തീവ്ര പരിശീലനത്തിന് വേണ്ടി ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റം. ബേപ്പൂർ സ്വദേശിയായ അനന്തുവിനെയാണ് ഇരുചക്രവാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചു എന്ന കാരണത്തിൽ സ്റ്റേഷനിൽ എത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ചത്. എസ്ഐക്കൊപ്പം മറ്റ് 4 പോലീസുകാരും ചേർന്നാണ് മർദ്ദിച്ചതെന്നാണ് അനന്തുവിന്റെ പരാതി. 2 ദിവസം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അനന്തുവും മറ്റു 2 പേരും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ എസ്ഐ കൈ കാണിച്ചു. പോലീസിനെ കണ്ട ഉടനെ അനന്തുവിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് മറ്റു 2 പേരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് അനന്തുവിനോട് പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ 3 പേർ ബൈക്കിൽ സഞ്ചരിച്ചതിന്റെ പിഴ അടയ്ക്കാനാകുമെന്ന് കരുതി അനന്തു മാത്രം ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ പ്രൊബേഷൻ എസ്ഐ ആയ ധനീഷ് പട്ടിക ഉപയോഗിച്ച് കൈക്കും കാലിനും മർദ്ദിക്കുകയായിരുന്നു. മറ്റു പോലീസുകാരും ഇതിനൊപ്പം ചേർന്നു. അതിനിടയിൽ മുഖത്തും മൂക്കിനും മരവടി കൊണ്ട് ഇടിച്ചു. ദേഹമാസകലം പരിക്ക് പറ്റിയതോടെ അനന്തുവിനോട് പേപ്പറിൽ ഒപ്പിട്ട് പൊയ്ക്കൊള്ളാൻ പോലീസ് ആവശ്യപ്പെട്ടു. തുടർന്ന് മർദ്ദനമേറ്റ അനന്തുവിനെ ആദ്യം കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് അനന്തുവും കുടുംബവും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രൊബേഷൻ എസ്ഐക്ക് എതിരെ നടപടി സ്വീകരിച്ചത്. പരാതിയിൽ പറയുന്ന മറ്റ് പോലീസുകാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം കഞ്ചാവ് വലിച്ചതിനാണ് അനന്തുവിനെയും സുഹൃത്തുക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് പോലീസിന്റെ വാദം. നേരത്തെയും മാറാട് ബേപ്പൂർ സ്റ്റേഷൻ പരിധിയിൽ അനന്തുവിനെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിന് നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസിന്റെ ഈ വാദം പൂർണ്ണമായും അനന്തുവും കുടുംബവും നിഷേധിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനത്തിനിരയായ അനന്തുവിന്റെ കുടുംബം പറഞ്ഞു. അപ്പം സാറുമാര് ജീപ്പിൽ വന്നിട്ട് കൂടെയുള്ള ഫ്രണ്ടിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് എന്നോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം സ്റ്റേഷനിലേക്ക് പോയപ്പോ എന്നോട് പറഞ്ഞു, ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയിക്കോ, ഞാൻ വണ്ടി മാറ്റി വെച്ചിട്ടാണ്, വണ്ടി ഇവിടെ വെച്ചിട്ട് പോയിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പോയപ്പോ ഫ്രണ്ടിന്റെ അമ്മ വന്നിട്ടുണ്ട്, ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇന്നതിൻ്റെ ഉള്ളോട്ട് ഞാൻ സാറ് എസ്ഐനെ എടുത്ത് പോയി പറഞ്ഞു, സാറ് എന്താ ഈ ട്രിബിൾ എടുത്തതല്ലേ, ഫൈൻ അടയ്ക്കണമെങ്കിൽ അടയ്ക്കുക, കാര്യങ്ങൾ അപ്പൊ പറഞ്ഞു ഈ ഫൈനൊന്നും അടയ്ക്കണ്ട, ഈ അവിടെ നിൽക്കാറുണ്ട്. പിന്നെ ആ റൂമിൽ തന്നെ നിർത്തിയിട്ട് സാറ് പോയിട്ട് ഒരു പട്ടിക എടുത്ത് വന്നിട്ട് പിന്നെ ആ സാറിന്റെ റൂമില് ക്യാമറ ഇല്ലാത്ത റൂം കൊണ്ടുപോയിട്ട് പട്ടിക വെച്ചിട്ട് ഫുൾ തലക്കും മുഖത്തും മൂക്കിനും ഇവിടെയൊക്കെ അടിച്ച് ഇതാക്കി. ഞാൻ സൈഡിൽ വീണ് കിടന്നിട്ട് പോലും സാറ് തിരിഞ്ഞു നോക്കി. ഞാൻ കുറച്ച് വെള്ളം കഴിച്ചില്ല തന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോ ബാക്കിയുള്ള പോലീസുകാരും കൂടി വന്ന് മുഖത്തൊക്കെ വന്ന് കുത്തി. ഒരു മരത്തിന്റെ ഒരു പട്ടിക വെച്ചിട്ട്, വലിയൊരു പട്ടിക വെച്ചിട്ട് ഫുള്ള് വീശുന്ന സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ ഫുള്ള് അടി. ഞാൻ അവിടെ ഫുള്ള് അവിടെ താഴെ ഇരുന്ന് പിന്നെ എന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്.